പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ടാണ് കണ്ടത്. തെളിവെടുപ്പിന് മുൻപേ പ്രതിയെ ചോദ്യം ചെയ്ത് നിർണായക വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കേസിൽ തീവ്രവാദ ബന്ധം ഉറപ്പിച്ചതിനാൽ ദേശീയ ഏജൻസികളുടെ തുടർ നീക്കവും പ്രസക്തമാണ്. പ്രതി കേരളത്തിൽ ആദ്യമായി എത്തിയ ഷൊർണൂരും ഇനി അന്വേഷണ കേന്ദ്രമാകും. CV അനുമോദുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ, അതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് കേസിൽ വളരെ നിർണായകമായ വിവരവും തെളിവുമാണ്. ഇനി അന്വേഷണ ഏജൻസികളുടെ നീക്കം എന്താണ്? ആദ്യമൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ വഴിതിരിച്ചുവിടാനൊക്കെയുള്ള നീക്കമാണ് ഷാരൂഖ് നടത്തിയിരുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? കോഴിക്കോട് മലർക്കുന്നിലെ എയർ ക്യാമ്പിൽ പ്രതിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വളരെ വിശദമായ ചോദ്യാവലി ഉപയോഗിച്ചാണ് ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, കേസിൽ വളരെ പ്രസക്തമാണ് ഈ ചോദ്യം ചെയ്യൽ. കാരണം ഈ കസ്റ്റഡി അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിക്ക് കേരളത്തിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇയാളുടെ തീവ്രവാദ ബന്ധം പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായ തെളിവെടുപ്പ് നടത്തണം. അത് കേരളത്തിനകത്തും പുറത്തും നടത്തണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം കടന്നു ചെല്ലണമെങ്കിൽ ഈ ചോദ്യം വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ട നടപടികളാണ് ഇപ്പോൾ മണിക്കൂറുകളായിട്ട് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന്റെ ആദ്യ പടിയായിട്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിൽ നിന്നാണെന്ന് കണ്ടെത്തിയത്. ഇനി സ്വാഭാവികമായിട്ടും ഈ പ്രതിക്ക് കേരളത്തിൽ ലഭിച്ച സഹായം, അതായത് ഷൊർണൂരിൽ വന്നിറങ്ങിയത് മുതൽ ഇയാൾ എവിടെയായിരുന്നു, എന്ത് ചെയ്തു, ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ആരെല്ലാം വിളിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷം മാത്രമേ തെളിവെടുപ്പിന് ഇയാളെ പുറത്തു കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഷൊർണൂരിലെ ഈ പെട്രോൾ വാങ്ങിച്ച സ്ഥലം, അതുപോലെ തന്നെ ഈ അക്രമം ഇയാൾ ചെയ്ത എലത്തൂര്, അതേപോലെ ഈ കത്തിച്ച ബോഗി, കമ്പാർട്ട്മെന്റ് എന്നിവിടെ ഈ ഇവിടങ്ങളെല്ലാം തന്നെ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടുണ്ട്. അതിനു മുൻപ് ഈ പ്രതിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും, ഇയാളുടെ വെയർഅബൌട്ട്സ്, അതായത് ഇയാളുടെ ചരിത്രം പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തിയാണ് മുൻപ് ഡൽഹിയിലെല്ലാം തന്നെ ഈ അന്വേഷണം നടത്തിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് ഇയാൾക്ക് മുമ്പ് കേരളത്തിൽ പരിചയങ്ങളില്ല എന്നും ഇയാൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ എത്തുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരൊരു ക്രൈം ചെയ്യുന്നതിന് ആരെല്ലാം സഹായിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, ഇതെല്ലാം തന്നെ വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ പോലീസിനെ UAP അടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്ക് മേൽ ചുമത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് വളരെ വിശദമായിട്ട് തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും ചോദ്യം ചെയ്യൽ ഇന്ന് മുഴുവനായിട്ടും ഈ ദിവസം ചോദ്യം ചെയ്യൽ തന്നെ ആകും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനു ശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. വളരെ വിശദമായിട്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട ഈ ക്രൈമുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. എയർ ക്യാമ്പിൽ ഇയാളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ശരി.